സലാം. മോഹൻലാൽ നായകനായി എത്തിയ തുടരും 8 ദിനങ്ങൾ പിന്നിടുകയാണ്. 8 ദിനത്തെ അല്ലെങ്കിൽ 8-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്നും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ 8-ാം ദിവസം നമുക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 1675 ഷോകളാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വൈകുന്നേരം 8 മണിയാണ് എന്നുള്ളതാണ്. 3,04,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. 5 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വന്നതായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 66% സിനിമയുടെ ഒക്യുപ്പൻസി ആയിട്ട് പുറത്തു പറയുന്നത്. അതായത് ഇന്ന് സിനിമയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം 5.25 കോടിയോളം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് വരും. ഇന്ന് നമുക്കറിയാം ഒരു വർക്കിംഗ് ഡേയിൽ തന്നെ, അതായത് ഇന്നലെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ കൊടൂരമായിട്ടുള്ള ഒരു കളക്ഷനാണ് വന്നത്. പ്രത്യേകിച്ച് അവധി ദിനവും കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. അതായത് 4-ാം ദിവസത്തിനോട് തുല്യമായിട്ടുള്ള ആ ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. അതായത് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് 6.5 കോടിക്ക് മുകളിൽ, അല്ലെങ്കിൽ 6.25 കോടി ആ റേഞ്ചിലാണ് സിനിമ എത്തിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിലേക്ക് നമുക്ക് കടന്നു വരാം. 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയത് 40 കോടിയായിരുന്നുവെങ്കിൽ 7-ാം ദിവസം കൊണ്ട് 6 കോടി 77 ലക്ഷം രൂപ എന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ 46 കോടി 80 ലക്ഷം രൂപയാണ് സിനിമ 7-ാം ദിവസം നേടിയത്. 8-ാം ദിവസമായപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ 5 കോടിയോളമാണ് കണക്കുകൾ എന്ന് പറയുമ്പോൾ 53 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ 52 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇതിനോടകം തന്നെ 130 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 കോടിക്ക് മുകളിൽ, അതേപോലെ തന്നെ ഓവർസീസിൽ നിന്ന് 7 ബില്യൺ അടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ 100 കോടിക്ക് മുകളിലും എത്തി സിനിമ ഇങ്ങനെ കുതിച്ചു പായുകയാണ്. ഇനി 7 മില്യൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു പോസ്റ്റർ വന്നു. ഫസ്റ്റ് വീക്ക് ഓവർസീസ് ഗ്രോസ് 7 മില്യൺ എന്നുള്ളതാണ് തുടരും എന്ന സിനിമയുടെ വന്നിരിക്കുന്നത്. ഒരു 10 മില്യൺ ലോഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ തന്നെ നമുക്ക് കാണുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആരവങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ വരുന്ന ഒരു സിമ്പിൾ സിനിമ എന്ന് തന്നെ പറയാം. പക്ഷേ ജനഹൃദയങ്ങളിൽ ഇത് ഒരു ആഘോഷം തന്നെയാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ ആഘോഷങ്ങളുണ്ടോ, ഏത് മതസ്ഥരുടെ ആണെങ്കിലും അവരുടെയൊക്കെ ഏത് ആഘോഷത്തിൻ്റെയും ഏറ്റവും മുകളിൽ നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ലെവലിലാണ് ഇന്ന് ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും. ജാതി മത ഭേദങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിന് എൽ ബ്രാൻഡ് എന്ന മോഹൻലാൽ ബ്രാൻഡ് ഇനിയും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അമ്മാതിരി ഒരു കൊടൂര തൂക്കാണ് സിനിമ തൂക്കിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു 2025-ൽ 728 കോടിയോളമാണ്. അതായത് 121 ദിവസങ്ങൾ കൊണ്ട്. അതിനകത്തിൽ 50% മുകളിലും മോഹൻലാൽ സിനിമകൾ കൊണ്ടുവന്ന 385 കോടി എന്നുള്ള കണക്കുകളാണ്. എന്തായാലും ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് തന്നെ സിനിമ കുതിച്ചു പായുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും വരുന്ന ശനി ഞായർ ദിനങ്ങളിലും സിനിമയുടെ പ്രീസെയിൽ ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നു. അതായത് ഞായറാഴ്ചത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 2.5 കോടിക്ക് മുകളിൽ ഞായറാഴ്ചത്തേക്കുള്ള ആ ഒരു കളക്ഷൻ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സിനിമ ഇറങ്ങി 8 ദിവസങ്ങൾ പിന്നിട്ട് 10-ാം ദിവസത്തെ കളക്ഷനാണ് നമ്മൾ പറയുന്നത്. ഇന്നും 50-നടുത്തുള്ള അല്ലെങ്കിൽ 50ഓളം ഹൗസ്ഫുൾ ഷോകളുണ്ട് എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇതുവരെ 30 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ടും ട്രാക്കേഴ്സ് പറയുന്നു. സിനിമയുടെ ഓവറോൾ ഒക്യുപ്പൻസി ആയിട്ട് 81% പറയുന്നത്. 15,000-നടുത്തുള്ള ഷോകളാണ് സിനിമ ഇതിനോടകം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നതും. എന്തായാലും എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച, അല്ലെങ്കിൽ ഈവനിങ് നൈറ്റ് ഷോ ഒന്നുമല്ല, എല്ലാ ഷോകളിലും ഹെവി തിരക്ക് തന്നെയാണ്. മോർണിംഗ് ഷോസൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 60 to 70% ഒക്യുപ്പൻസി കാണാം. അതായത് ഫ്രണ്ട് 2-3 റോകളൊക്കെ നമുക്ക് ഫ്രീ കാണാം എന്നുള്ളതാണ്. അല്ലാണ്ട് ഈവനിങ് നൈറ്റ് ഷോസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതും കാണാനില്ലാത്ത ലെവലിൽ പലപ്പോഴും നമുക്ക് ഫ്രണ്ട് റോയിൽ 1-2 സീറ്റുകളൊക്കെ മാത്രം ബാക്കി വെക്കുന്ന ഒരു കാര്യമാണ് കാണാൻ കഴിയുന്നത്. അടിച്ച് പൊളിച്ച് കയറിയാണ് ഈ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇതിനോടകം തന്നെ പല പ്രാവശ്യം കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് നമുക്കറിയാം. കാരണം നല്ല തിരക്കുള്ള ഈ ഒരു വേളയിൽ നിങ്ങൾ പല തവണ ടിക്കറ്റ് എടുക്കുന്നതല്ല, ടിക്കറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതും ഒരു ഗംഭീര പരിപാടി തന്നെയായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽസ്ലാം.